മനസ്സിനെ പഠിക്കുന്ന ഒരു കാലമാണ് കലികാലം. ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയാതെ വികാരങ്ങളിലേർപ്പെട്ട് പ്രവൃത്തിയായി തീർന്ന പ്രവൃത്തിയിൽ കുടുങ്ങിക്കൊണ്ട് ആ പ്രവൃത്തിയിലുണ്ടാകുന്ന ഫലത്തിൽ ദുഃഖിച്ചുകൊണ്ട് ഇതിനൊക്കെ കാരണം അന്വേഷിച്ച് നടന്ന് കൂടുതലായി നമ്മൾ മനസ്സിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ആദിശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്നു. ആ നശിപ്പിക്കാൻ നോക്കുന്ന ആളെ നമ്മൾ നേരെയാക്കാൻ ശ്രമിക്കുന്നു. ആ ശ്രമം എപ്പോഴും പരാജയപ്പെടുകയുള്ളൂ. ആധുനിക വിദഗ്ധന്മാർ, സൈക്കോളജിസ്റ്റുകൾ, അതേപോലെ തന്നെ പല മനസ്സിൻ്റെ ശാസ്ത്രം പഠിക്കുന്നവരായിട്ടുള്ളവർ, ഇവർ പഠിപ്പിക്കുന്ന ശാസ്ത്രം വളരെ വ്യക്തമായി എനിക്കറിയാം. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു പഠനം, ഇപ്പം ബിസിനസ് പരമായ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യുന്നവർക്കറിയാം, BBA എടുക്കുന്നവർക്കും MBA എടുക്കുന്നവർക്കൊക്കെ തന്നെ ഒരു ബിസിനസ് മാനേജ്മെൻറ്റിൽ സൈക്കോളജി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുണ്ട്. പലപ്പോഴും ഒരു മനുഷ്യൻ്റെ ന്യൂറോൺ പാത്ത്, അതിൽ അവൻ്റെ ചിന്താരീതികൾ എങ്ങനെയായിരിക്കും, ബിസിനസ്സിലെ പ്രോഫിറ്റും എക്കണോമി ഒക്കെ പഠിപ്പിക്കണമെങ്കിലും ഹ്യൂമൻ സൈക്കോളജി അറിയുന്ന ഒരു രീതിയുണ്ട്. അതിന് ചിലവരതിൻ്റെ വിദഗ്ധമായിട്ടുള്ള രീതിയിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് എടുക്കാറുണ്ട്, 1 വർഷത്തെയൊക്കെ. സൈക്കോളജിയുടെ ആവട്ടെ, അതേപോലെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നതാവട്ടെ, അതേപോലെ തന്നെ മാനസികപരമായ സൈക്കാട്രി രീതിയിലുള്ള മനുഷ്യൻ്റെ ഇതാവട്ടെ, ഇതൊക്കെ ഞാനും എൻ്റെ പഠനകാലത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നേ നിമിഷം വരെ ഒരു യൂട്യൂബ് വീഡിയോയിൽ പോലും എനിക്കതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വന്നിട്ടില്ല. എൻ്റെ അരികിൽ വരുന്ന ആൾക്കാരോട് ഞാൻ ഈ മനഃശാസ്ത്രത്തിനെക്കുറിച്ച് പറയാറുമില്ല. അതിൻ്റെ ഒരു അടിസ്ഥാനം, നാം എല്ലാം ഒരു കർമ്മമാണ്. ഈ കർമ്മങ്ങൾ ഓർമ്മയാണ്. ഈ ഓർമ്മകൾ നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു രീതിയിൽ മാത്രമേ തലച്ചോറ് നമ്മളിൽ സ്വാധീനിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത സദാസമയവും എൻ്റെ ആധ്യാത്മിക ഉണർവിലൂടെ ഞാൻ മനസ്സിലാക്കിയൊരു സത്യമാണ്, നമ്മളിൽ സ്വാധീനിക്കുന്ന മൂന്ന് ഊർജ്ജ തലങ്ങളുണ്ട്. അതിലെ ഒന്നാണ് നമ്മളുടെ തമോ ഗുണം, കാമത്തിൻ്റെ, അമിത വിശപ്പിൻ്റെ, അമിതമായുള്ള ക്രോധത്തിൻ്റെ, ഒരു സങ്കുലമായിട്ടുള്ള മനസ്സിൻ്റെ ഒരവസ്ഥ. അതൊരു ഊർജത്തിൻ്റെ എഫക്റ്റിലുണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ അമിതമായി ഉണ്ടാവുന്ന മത്സരബുദ്ധി ഒരു രാജസികത്തിൽ നിന്നുണ്ടാവുന്നതാണ്. എനിക്ക് ഈശ്വരനെ അറിയണം, എനിക്ക് കുറച്ചുകൂടെ നന്നാവണം, എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണം, എനിക്ക് പ്രകൃതിയെ സ്നേഹിക്കണം, എനിക്ക് അൺകണ്ടീഷണൽ ആവണം, ഒക്കെ സാത്വികത്തിൽ നിന്നുണ്ടാവുന്നതാണ്. ഈ 3 ഗുണങ്ങൾക്കും അതീതമാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന വേറൊരു വശമുണ്ട്, ശിവനായി തീരുന്നത്. 3 ഗുണങ്ങൾക്കും അപ്പുറത്തേക്കാണത്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഈ 3 ഗുണത്തിൻ്റെയും ഊർജ്ജ പ്രതിഭാസം നമ്മൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ലൈവായിട്ടുള്ള ശിവരാത്രി ഈവൻസൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, അല്ലെങ്കിൽ നോക്കി അതിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകിച്ചൊരു കാര്യങ്ങളും ഉണ്ടാവില്ല അവിടെ. പ്രത്യേകതരമായി ഉണ്ടാവുന്ന ഒരു മനസ്സിലൊന്നും പറഞ്ഞ് നമ്മളിപ്പോൾ മനസ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന പല രീതികളുണ്ടല്ലോ, അതൊന്നുമില്ലാതെ ആൾക്കാരെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഊർജം, എന്നിൽ സംഭവിക്കുന്ന ഒരു ഊർജം അവരിലേക്ക് എത്തുന്നത് പലരും കണ്ടിട്ടുണ്ട്. ഒരു വട്ടം ശിവരാത്രി ഇവൻറ്റിൽ ഷൂട്ട് ചെയ്യുന്നൊരു ക്യാമറാമാൻ എന്നോട് ചോദിച്ചു, ഗുരുജി, ചിലത് ഹിപ്നോട്ടിസ് ചെയ്യും, ചിലർ ഭയങ്കരമായിട്ട് മനസ്സിനെ ഇതാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രം കൊണ്ട് അവർക്ക് ഒരു ശബ്ദത്തിൻ്റെ ഇതിൽ നിന്നുണ്ടാകുന്ന ഇമോഷനാവും, അല്ലെ ഭക്തിയിലുണ്ട്, അതൊന്നുമില്ലാതെ ആൾക്കാർ എങ്ങനെ അവർക്ക് ഒരു ഇത് പ്രാപിക്കുന്നെന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്ന് എൻ്റെ സാസാരിൽ നിന്നൊരു ഊർജം അവരിലേക്ക് എത്തുമ്പോൾ അവർക്ക് റിസീവ് ആകുന്നുണ്ട്. അതപ്പോൾ ഗുരുജി കൊടുത്തതുണ്ട്, ഗുരുജി കൊടുക്കുന്ന അല്ല, അല്ലാതെ തന്നെ കൊടുത്താൽ അവർക്ക് സംഭവിക്കുന്നുണ്ട്. അതൊരു ഹയർ എനർജിയാണ്, അതൊരു ഹയർ എഫക്റ്റ് ഉണ്ടാക്കും. അത് മനസ്സിനെ സ്വാധീനിക്കുന്നതേയില്ല. ആ ഊർജം, ഞാൻ കൊടുക്കുന്ന ഊർജം മനസ്സിനെ സ്വാധീനിക്കുക, അതൊരു മനസ്സിനും അപ്പുറത്തേക്കാണ്. നമ്മൾ സുപ്രീം കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത് പോലെ. എന്നാൽ അങ്ങനെ ഒരു സുപ്രീം കോൺഷ്യസ്നെസ്സിനെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നുമല്ല. അത് വേറൊരു രീതിയാണ്. എന്നാൽ അല്ലാതെ തന്നെ സ്വാധീനിക്കുന്ന ഊർജ്ജങ്ങളുണ്ട് നമ്മളിൽ. പിതൃക്കളുടെ ആയിട്ടുള്ള, ഇപ്പം ഈ ഒരു മാസം മുഴുവനും നമ്മളിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ മുഴുവനും
ഒരു താമസിക ഗുണമാണ്. എന്നുവെച്ചാൽ ഈ വട്ടത്തെ അമാവാസി അങ്ങനെയാണ് കടന്നു പോകുന്നത്. എല്ലാ മനുഷ്യരിലും അങ്ങനെയാണ്. നോക്കിയാൽ മതി. മാനസിക പിടിമുറുക്കമുള്ള നിങ്ങൾ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കൽ പോയിട്ട് മാനസികപരമായി രോഗമുള്ള ആൾക്കാരുടെ മാനസിക വിഭ്രാന്തി കൂടുന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അവർ ഉറപ്പായും പറയും അമാവാസി ദിവസങ്ങളാണെന്നുള്ളത്. അവർ അമാവാസി അംഗീകരിക്കുന്നില്ലായിരിക്കും. പക്ഷേ അവരും ചിന്തിക്കും ഈ മാസത്തിൽ ഈ സമയത്ത് നമ്മുടെ ഒപ്പം ആരെങ്കിലും അങ്ങനെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു അസുഖം നേരിടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ മതി. അമാവാസി ദിവസങ്ങളിൽ അവർക്കത് കൂടും. അത് നമ്മൾ വിചാരിക്കും അവരുടെ തലച്ചോറിന് എന്തോ ഒരു പോരായ്മ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർ പറയും അല്ല അവർ പൂർവിക ശാപമാണ്. ആ പൂർവികരവരായിരുന്നു. ചില കർമ്മങ്ങൾ കൊണ്ട് അതങ്ങനെ പ്രാപിച്ചു. മനസ്സ് ചന്ദ്രനാണ്. ചന്ദ്രൻ്റെ ഒരു രീതിയിൽ നമ്മുടെ ഊർജ്ജത്തിൻ്റെ ഓരോ രീതിയിലും ഓരോ ഘട്ടത്തിലും നിങ്ങൾ എവിടെ നിൽക്കുന്നു അതിനനുസരിച്ച് ഊർജ്ജത്തിനനുസരിച്ച് മാനസിക രീതിയും മാറും. അല്ലാതെ നിങ്ങൾ മനസ്സിനെ പഠിച്ചോ എത്രയോ ആൾക്കാർ വന്നിട്ട് എത്രയോ കാലം കൊണ്ട് ആധ്യാത്മികതയെ പോലുള്ള ഇതൊക്കെ അസംബന്ധമാണ്, ഗുരുക്കന്മാർ അസംബന്ധമാണെന്നൊക്കെ പറഞ്ഞിട്ടും ഒരു കൂട്ടം ജനങ്ങൾ അതിലേക്ക് പോകുന്നില്ലേ? ശബരിമലയിൽ എന്തിനു പോയി ആ കല്ലിനെ തൊഴുന്നു എന്ന് ചോദിക്കുന്ന എത്രയോ ആളുകളുണ്ട്. സൈക്കോളജിസ്റ്റുകളും പലരും വന്നിട്ട് അതിനുള്ള നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇമോഷൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈശ്വരനിലേക്ക് പോകുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടും ആൾക്കാർ പോകുന്നില്ലേ? അങ്ങനെ പറഞ്ഞ് അതിനെ പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് പോലും അതിനുള്ള എന്താ പറയുക ഒരു വിഷമം ഉണ്ടാകുമ്പം അവർ തന്നെ പോകുന്നില്ലേ അങ്ങോട്ട് ഓടി? അതൊന്നും അല്ല.